ഹായ്, റാഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബീഫ് ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/2 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി, ഉപ്പും ഇച്ചിരി മസാലയും കൂടെ ചേർത്തിട്ട് ഞാനൊരു 3 വിസിലാക്കി വെന്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മസാല വേണം. ഇതിന് വേണ്ടിയിട്ടുള്ള ഞാൻ കൂടുതൽ പൊടിച്ച് വെച്ചേക്കുന്നതാണ്. എപ്പോഴും ഞാൻ അങ്ങനെ എടുക്കാറുള്ളതാണ്. അപ്പോൾ പട്ടയും ഗ്രാമ്പൂ ഏലക്കയും പെരിഞ്ചീരവും ഒക്കെ ആക്കി പൊടിച്ചിങ്ങനെ കൂടുതലാക്കി വെക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രൈ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായി ഉള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് തേങ്ങാക്കൊത്താണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ കൊത്തിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പം നമ്മൾ മസാല മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് മസാല മാത്രമേ അതിൽ ബീഫിൽ വെന്തിട്ടുള്ളൂ കേട്ടോ. നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുറച്ചെടുത്തിട്ട് ഒന്ന് ചതച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ തേങ്ങ കൊത്തൊക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 5-6 പച്ചമുളക് നമുക്ക് എരിയുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 4 സവോള എടുത്തിട്ടുണ്ട് ഫ്രൈക്കായിട്ട്. അപ്പോൾ ഒരുപാട് ഫ്രൈ ആവണ്ട, ഡീപ് ഫ്രൈ ഒന്നും ആവണ്ട, നമുക്ക് കുറച്ചാക്കിയാൽ മതി. നമ്മൾ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളല്ലാതെ കറിയൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുക്കണം, എങ്കിലേ അത് മൂത്ത് വരത്തുള്ളൂ. അപ്പോൾ ഇത്രയാകുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴണ്ടി വരാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് മൂടി വെക്കണം. അപ്പോഴത്തേക്കിനും എല്ലാം കൂടെ ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണം നമുക്ക് ബീഫ് വെന്ത് വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. ഇത് നമുക്ക് ഇതിൽ കിടന്ന് വേണം നമുക്കിതൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്. പിന്നെയാണ് നമ്മൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് വഴണ്ടി വന്നിട്ട് നമുക്കൊന്ന് അടച്ച് മൂടി വെക്കാം. ഇത് പകുതിയായിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് മൂത്തു. ഒന്നും കൂടി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ആക്കിയെടുക്കാം. ഇതാ കണ്ടില്ലേ, ഒരു 1/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കുറേശ്ശെ മസാല ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. ഒരു 1/4 മൂപ്പായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും ഒരു 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് സിമ്മിലാക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ടുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞ് ഫ്രൈ ആവത്തില്ല. അപ്പോൾ അതും കരിഞ്ഞു, അതുകൊണ്ട് സിമ്മിലാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് നമ്മൾ വെന്തപ്പോൾ ഉപ്പിട്ടായിരുന്നു, എങ്കിലും നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ വേണ്ടി വരും. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഈ പെരിഞ്ചീരകവും. നമ്മൾ ഗരം മസാല പൊടിച്ചത്, പെരിഞ്ചീരകവും പട്ടയും ഏലക്കയും ഗ്രാമ്പും ഒക്കെ ചേർത്തിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. അതുകൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടിയും സാധനങ്ങളാണ് ചേർത്തിട്ട്. ഇപ്പോൾ ഒരുമാതിരി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ആ സിമ്മിൽ തന്നെ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. കണ്ടില്ലേ, ഇപ്പോഴത്തേക്കും ബീഫൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യാവുന്നതാണ്. നമ്മൾ കറി മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്യുന്നേക്കായി ടേസ്റ്റ് ഇതാണ്. അത് കണ്ടില്ലേ, ഫ്രൈ ഒക്കെ നല്ല ഒരുപാട് എണ്ണയൊന്നും വേണ്ടി വന്നില്ല. നല്ല നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അതേ ഫീലുള്ള ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് എന്താണെങ്കിലും ഞങ്ങളോട് പറയണം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.